എന്തിനാ ശുഭാപ്തി വിശ്വാസം കൈവിട്ട് കളയുന്നത്? പ്രണവിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന ചിന്തയൊന്നും ശിവാനിക്കിപ്പോൾ ഇല്ലല്ലോ. ആ ചിന്തയില്ലെന്ന് മാത്രമല്ല, താൻ ഇപ്പോഴും പ്രണവിന്റെ ഭാര്യയാണെന്നും ഒരിക്കലും പ്രണവിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും തീർത്ത് പറയുന്നുമുണ്ട്. മതി, അത്രേ മതി. പക്ഷെ ശിവാനിയെ ഒരിക്കലും സമാധാനമായിട്ട് ഇരിക്കാൻ അനുവദിക്കരുത്. ഓരോ നിമിഷവും ടെൻഷൻ കയറ്റിക്കൊണ്ടേയിരിക്കണം. പ്രണവും ഐശ്വര്യയും വീണ്ടും കാണുന്നോ എന്ന അന്വേഷണത്തിലായിരിക്കും ഓരോ നിമിഷവും ശിവാനി. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാന്? നീ ഐശ്വര്യയെ പുറത്തെവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണണം. എന്നിട്ട് പ്രണവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരവസരം ഒരുക്കണം. അതിപ്പോ ഗൗതം തന്നെ വിളിച്ച് ഐശ്വര്യയോട് പറഞ്ഞ പോരെ? നിന്നോട് സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഐശ്വര്യയെ വിളിച്ചറിയിച്ചോളാം. നീ തന്നെ പോയി ഐശ്വര്യയോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് വേറൊരു ഉദ്ദേശത്തിലാണ്. ഐശ്വര്യം പ്രണവും വീണ്ടും കാണുന്നു എന്ന വിവരം ശിവാനിയും അറിയണം. ഗൗതമിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ശിവാനിയുടെ ഉള്ളിൽ വീണ്ടും തീ കോരിയിടണം അല്ലേ? യെസ്, അത് തന്നെ. പ്രണവും ഐശ്വര്യം വീണ്ടും കാണുന്നു എന്ന വിവരം എങ്ങനെ ശിവാനി അറിയിക്കാമെന്ന് ആലോചിച്ച് ഒരു ഐഡിയ കണ്ടുപിടിക്കുക. നീ എന്താ കഴിക്കാൻ വരാത്ത? കഴിക്കാനൊന്നും മനസ്സ് വരുന്നില്ല. ആ നിധി ഒന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് അമ്മയും കേട്ടതല്ലേ. ആ ഐശ്വര്യയെ കൊണ്ട് പ്രണവിനെ കെട്ടിച്ച് അടങ്ങുന്നുള്ള വാശിയിലല്ലേ അവള്. അതുകൊണ്ടല്ലേ നിനക്ക് അവള് പണം വാഗ്ദാനം ചെയ്തത്. അത് വാങ്ങിച്ചെടുത്തിരുന്നെങ്കിൽ തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോയേന്. പിന്നെ കാര്യം അറിയ പോരായിരുന്നോ? ആ നിധി വച്ചു നീട്ടാൻ പോകുന്ന പിച്ചക്കാശ് എനിക്കെന്തിനാ? അമ്മ ദേ നോക്ക്,